കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൻ്റെ കൂടുതൽ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യവും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ സ്റ്റെപ്സിലേക്ക് പോകണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൗ മെനി 4-letter code can be formed using the first 10 letters of English alphabet if no letter can be repeated? 4-letter codes ആണ് ഫോം ചെയ്യേണ്ടത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 10 ലെറ്ററാണ്. അവിടെ നമുക്ക് ഫസ്റ്റ് 10 ലെറ്റേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഫസ്റ്റ് ഏതൊക്കെയാണ് ആ ലെറ്റേഴ്സ് എന്നുള്ളതിൽ പ്രാധാന്യമില്ല. എത്ര ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഫ് നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്, ദി ലെറ്റേഴ്സ് കനോട്ട് ബി റിപ്പീറ്റഡ്. അപ്പോൾ ഇവിടെ 4-letter കോഡ് ആയതുകൊണ്ട് നമ്മൾ 4 പ്ലേസസ് ഉള്ളൊരു ബോക്സ് വരക്കുന്നു. 4 പ്ലേസസ് ഉള്ളൊരു ബോക്സ് വരക്കുന്നു. ആ 4 പ്ലേസസിൽ നമുക്ക് 10 ലെറ്റേഴ്സാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ബോക്സിൽ 10 ലെറ്ററിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ 10 ways the letters can be filled in the first boxes, and in the next box we can fill using 9 letters. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 9 ലെറ്റേഴ്സേ അടുത്ത ബോക്സിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇൻ ദി തേർഡ് ബോക്സ് വി ക്യാൻ ഫിൽ യൂസിങ് 8 letters, and the last box we can use 7 letters. Therefore the total number of 4-letter code is 7 into 8 into 9 into 10. Then multiply these numbers, we get 5040. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് പ്രാധാന്യമില്ല, എത്ര ലെറ്ററാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അതുപോലെ എത്ര പ്ലേസസ് ഉള്ള കോഡ് അല്ലെങ്കിൽ എത്ര പ്ലേസ് ഉള്ള നമ്പേഴ്സാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ എത്ര പ്ലേസ്, എത്ര ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ കണ്ടീഷൻ നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്, ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ 3 പ്രധാനമായിട്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, എത്ര പ്ലേസസിൽ ഫില്ല് ചെയ്യണം, എത്ര ലെറ്റർ അല്ലെങ്കിൽ എത്ര ഡിജിറ്റ് ഉപയോഗിക്കുന്നു, അതിലുള്ള കണ്ടീഷൻ എന്താണ്, റിപ്പീറ്റിംഗ് ആണോ അതോ നോൺ റിപ്പീറ്റിംഗ് ആണോ, ഇതൊക്കെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്. ഹൗ മെനി 5-digit ടെലിഫോൺ നമ്പേഴ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 0 to 9 if each number starts with 67 and no digit appears more than once? ഇവിടെ നമുക്ക് 5-digit ടെലിഫോൺ നമ്പേഴ്സാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 5 പ്ലേസ് ഉള്ള ബോക്സ് നമ്മൾ വരക്കണം. 5 പ്ലേസ് ഉള്ള ബോക്സ് വരക്കുന്നു. ദെൻ വി ക്യാൻ യൂസ് ദി ഡിജിറ്റ് 0 to 9. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിക്കാം. 0 മുതൽ 9 വരെ നമുക്കറിയാം 10 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 10 ഡിജിറ്റ്സ് ക്യാൻ ബി യൂസ്ഡ്. ഇഫ് ഈച്ച് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 67, അപ്പോൾ ഓരോ ഫോൺ നമ്പറും 67 തുടങ്ങണം എന്നാണ് പറയുന്നത്, 67 തുടങ്ങണം. അപ്പോൾ അവിടെ 67 തുടങ്ങണം, ആ കണ്ടീഷനാണ്. 67 സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്, ഒരു ഡിജിറ്റ് പോലും വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം തന്നെ ആ കണ്ടീഷനിലേക്ക് ഒന്ന് പോകാം. ഈ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഈച്ച് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് 67. അപ്പോൾ ഓരോ ഫോൺ നമ്പറും 67 സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നു. 67 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഈ ബോക്സിൽ നമുക്ക് 6 മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അതായത് ആ ബോക്സിനെ നമുക്ക് ഒരു തരത്തിൽ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ഇൻ ദി നെക്സ്റ്റ് പ്ലേസ് ഓൾസോ വി ക്യാൻ യൂസ് 7 ഓൺലി. ദാറ്റ് മീൻസ് ദാറ്റ് ബോക്സ് ഓൾസോ ക്യാൻ ബി ഫിൽഡ് ഇൻ ഓൺലി 1 വേ. അപ്പോൾ 7 മാത്രമേ, 1 ഡിജിറ്റ് മാത്രമേ അവിടെ പറ്റുള്ളൂ. അപ്പോൾ ആ 2 ബോക്സും ഓരോ തരത്തിൽ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ 6 മാത്രമേ പറ്റുള്ളൂ. Therefore that box can be filled in only 1 way, and here also only 1 way. Then the third place we can use the other digits. That means 6 and 7 are used in the first 2 boxes. The other 8 digits can be used in the third box. Therefore the third box can be filled in 8 different ways, and the next box can be filled in 7 different ways because the digits cannot be repeated, and the last box can be filled in 6 different ways. Means it can be filled in the others using the other 6 digits. Therefore the total number of 5-digit telephone numbers is 1 into
1 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6. ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ബോക്സും ഫില്ല് ചെയ്യുക എന്നുള്ളത് ഓരോ ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ എല്ലാ ഇവൻറ്റ്സും ഒരുമിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ ആ വേയ്സ് എത്ര തരത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര തരത്തിൽ അത് നടക്കുന്നു എന്നുള്ളതിനെ എല്ലാ നമ്പറും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6, 8 ഇൻറ്റു 7 56 ഇൻറ്റു 6 ദാറ്റ് ഈസ് 336. അപ്പോൾ നമ്മുടെ ആൻസർ 336 ആണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക ഇതിൽ എന്തൊക്കെ ഏത് രീതിയിൽ നമ്മൾ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ ആലോചിച്ച് വരണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times ആൻഡ് ദി ഔട്ട്കംസ് ആർ റെക്കോർഡഡ്. ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദർ? അപ്പോൾ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 റിസൾട്ടാണ് പോസിബിൾ. ഏതൊക്കെയാണ് 2 റിസൾട്ടുകൾ? ഒന്നുകിൽ അത് ഹെഡ് ആയിരിക്കും, അല്ലേ? ഹെഡ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് എന്നാണ്. അല്ലെങ്കിൽ ടെയിലാണ്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി എന്നാണ്. എച്ച് അല്ലെങ്കിൽ ടി 2 റിസൾട്ടാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോയിൻ 3 പ്രാവശ്യം 3 times ടോസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്കംസ് മീൻ ചെയ്യുന്നത് എന്താ? റിസൾട്ടാണ്. റിസൾട്ട് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി 3 ടോസാണ്. അപ്പോൾ നമ്മളിവിടെ 3 ബോക്സ് വരുന്ന ഒരു ചിത്രമാണ് വരക്കേണ്ടത്. 3 ടോസിന് 3 ബോക്സ് വരക്കുന്നു. ഈ റിസൾട്ട്സ് നമ്മൾ ഈ ബോക്സുകളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദർ? എത്ര ഔട്ട്കംസ് പോസിബിളാണ്? അപ്പോൾ ഓരോ ബോക്സും എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടോസിൽ നമുക്കറിയാം എച്ച് അല്ലെങ്കിൽ ടി, ഇപ്പോൾ 2 റിസൾട്ടാണ് പോസിബിൾ ആയിട്ടുള്ളത്. അതിലേത് വേണമെങ്കിലും ഈ ഒന്നാമത്തെ ബോക്സിൽ വരാം. അപ്പോൾ ദാറ്റ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 2 different ways. ആൻഡ് നെക്സ്റ്റ് ടോസ് ഓൾസോ. രണ്ടാമത്തെ ടോസിൽ നമുക്കറിയാം, രണ്ടാമത്തെ ടോസ് ആയാലും ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഈ 2 റിസൾട്ടേ വരുള്ളൂ. അപ്പോൾ ഈ ബോക്സിലും എച്ച് അല്ലെങ്കിൽ ടി 2 റിസൾട്ട് മാത്രമേ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. 2 രീതിയിൽ ഫില്ല് ചെയ്യാം. Therefore that box also can be filled in 2 different ways. And the third box also can be filled in. മൂന്നാമത്തെ ബോക്സ് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? മൂന്നാമത്തെ ബോക്സിലും 2 തരത്തിൽ മാത്രമേ ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ, എച്ച് അല്ലെങ്കിൽ ടി. അപ്പോൾ അവിടെയും 2 തന്നെ നമുക്ക് നമ്പർ ഓഫ് വേസ് ആയിട്ട് എഴുതാം. Therefore total number of outcomes is 2 into 2 into 2. That's equal to 8. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 8 ആണ്. അപ്പോൾ ശ്രദ്ധിച്ച്, ഓരോ ചോദ്യം ഓരോ തരത്തിലാണ്, പക്ഷെ നമ്മളതിനെ ഒരേ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഗിവൺ 5 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. 5 കളറിലുള്ള ഫ്ലാഗ്സ് അവൈലബിൾ ആണ്. ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ് ഇഫ് ഈച്ച് സിഗ്നൽ റിക്വയേഴ്സ് ദി യൂസ് ഓഫ് 2 ഫ്ലാഗ്സ്, 1 below the other. ഈ ഫ്ലാഗ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര സിഗ്നലുകൾ കാണിക്കാം? അതായത് ഒരു ഫ്ലാഗിൻ്റെ താഴെ മറ്റൊരു ഫ്ലാഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് സിഗ്നൽ കാണിക്കുന്നു. ഈ 2 ഫ്ലാഗ് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എത്ര ഫ്ലാഗ്സ് അവൈലബിൾ ആണ്? 5 ഫ്ലാഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതേ തിയറി വെച്ചുകൊണ്ട് തന്നെ ആ ഫ്ലാഗ്സിനെ നമുക്കൊന്ന് പ്ലേസസ് ആക്കി മാറ്റാം. അപ്പോൾ ഒന്നാമത്തെ ഫ്ലാഗ് അതിൻ്റെ താഴെ തന്നെ ചേർത്ത് വെക്കുന്നു അടുത്ത ഫ്ലാഗ്. അപ്പോൾ ആ 2 കളറുള്ള ഫ്ലാഗ് ഒരുമിച്ചൊരു സിഗ്നലാണ് കാണിക്കുന്നത്. എത്ര ഫ്ലാഗ്സ് ഉപയോഗിക്കാം? 5 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെൻറ്റ് കളർ. 5 ഫ്ലാഗ്, 5 കളറിലുള്ള 5 ഫ്ലാഗുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ സിഗ്നൽ ഉപയോഗിക്കുമ്പോൾ ഇത് പ്ലേസ് ആയിട്ട് നമുക്ക് കരുതാം. ആദ്യത്തെ, അതായത് മുകളിലുള്ള ഫ്ലാഗ്, ഈ 5 ഫ്ലാഗിൽ ഏത് വേണമെങ്കിലും നമുക്ക് മുകളിൽ കൊടുക്കാം. Therefore that can be filled in 5 different ways. And the flag just below that can be filled in how many ways? 4 different ways, because the flags cannot be repeated. Different flags of different colors are available. അപ്പോൾ മേലെ വെച്ച ഫ്ലാഗ് താഴെയും നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ 4 flags can be put in the second place. That means below the first one. Therefore the total number of ways is 5 into 4. Therefore how many signals can be generated? 5 into 4, that is equal to 20. അപ്പോൾ 20
signals can be generated using 5 different colors and taking 2 at a time. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഏകദേശം ഇതുമാതിരി തന്നെ. എന്താണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾ പറയണം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽസ് ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ അറേഞ്ചിങ് അറ്റ്ലീസ്റ്റ് 2 flags in order, one below the other, on a vertical stuff if 5 different flags are available. അപ്പം നമുക്ക് 5 ഡിഫറെൻറ്റ് ഫ്ലാഗ്സ്, നേരത്തെ ചോദ്യത്തിലുള്ള പോലെ തന്നെ 5 ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് ആണ് അവൈലബിൾ. പക്ഷേ ഈ ചോദ്യത്തിന് നേരത്തെ ചോദ്യത്തെക്കാളും ഉള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽസ് ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ അറേഞ്ചിങ് അറ്റ്ലീസ്റ്റ് 2 flags. നേരത്തെ ചോദ്യത്തിൽ 2 flags എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ത് പറയുന്നു? അറ്റ്ലീസ്റ്റ് 2 flags. എന്താണ് അതിൻ്റെ അർത്ഥം? കുറഞ്ഞത് 2 flag എങ്കിലും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താ? 2 flag ഉള്ളത് ഫോം ചെയ്യാം. ഏറ്റവും കുറവ് 2 വെക്കണം എന്നാണ് പറഞ്ഞത്. 2 flag ഉള്ളത് പോസിബിളാണ്. 3 വെക്കാം, 4 വെക്കാം, ഈ 5 വെക്കാം. അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ ഫ്ലാഗ്സിൻ്റെ എല്ലാ സിഗ്നലിൻ്റെയും എണ്ണങ്ങൾ നമ്മൾ കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ 2, 3, 4, 5 ഇങ്ങനെ 4 സ്റ്റേജസ് ആയിട്ട് മാറ്റും. അപ്പോൾ ആദ്യം നമ്മൾ യൂസിങ് 2 flags കണ്ടുപിടിക്കുന്നു. യൂസിങ് 2 flags. അപ്പം നമ്മൾ 2 ഫ്ലാഗുകൾ യൂസ് ചെയ്തുകൊണ്ട് 2 ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് എത്ര ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. യൂസിങ് 2 flags. അപ്പോൾ അതിൻ്റെ സിഗ്നൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആയിരിക്കും. 2 ഫ്ലാഗ് മാത്രം യൂസ് ചെയ്യുന്നു. 5 ഫ്ലാഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ മുകളിൽ നമുക്ക് 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വെക്കാം. താഴെ നമുക്ക് എന്തേ പറ്റുള്ളൂ? 4 എണ്ണേ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് signals that can be generated using 2 flags only, it is equal to 5 into 4, that is equal to 20. ഇനി using 3 flags, using 3 flags, 3 ഫ്ലാഗ് യൂസ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ 3 ഫ്ലാഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിത്രത്തിൽ മാറ്റം വരുത്തണം. 3 ഫ്ലാഗ് ഇപ്പോൾ 3 പ്ലേസ് വേണം. 3 ഫ്ലാഗ് താഴെ നമ്മൾ വെക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്ലേസിൽ നമുക്ക് 5 ഫ്ലാഗ്സ് വെക്കാം. അടുത്തതിലോ 1 അവിടെ യൂസ് ചെയ്തു, അപ്പോൾ 4 എണ്ണേ പറ്റുള്ളൂ. അതിൻ്റെ താഴെയോ 3 എണ്ണം. അപ്പോൾ ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലാഗ്സ് എന്തായിരിക്കും? 5 into 4 into 3, that is equal to 5 4s are 20, 20 into 3 is 60. അപ്പോൾ 60 ഫ്ലാഗുകൾ 60 സിഗ്നൽസ് ഫോം ചെയ്യാം 3 എണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് 4 എണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂസിങ് 4 ഫ്ലാഗ്സ്, യൂസിങ് 4 ഫ്ലാഗ്സ് 4 ഫ്ലാഗുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിത്രത്തിൽ മാറ്റം വരുത്തണം. ഒന്ന് മുകളിൽ, അതിന് താഴെ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം, അല്ലേ? 4 ഫ്ലാഗുകളാണ്. അപ്പോൾ ആദ്യത്തെ പ്ലേസിൽ നമുക്ക് 5 ഫ്ലാഗ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദഫോർ ദാറ്റ് place can be filled using 5 any one of the 5 flags, and the second one 4 3 2. Therefore the total number of signals is 5 into 4 into 3 into 2. Therefore that is equal to 5 into 4, 20 into 3, 60 into 2, 120. So 120 flags, 120 signals can be formed. Then using 5 flags, using 5 flags. അപ്പോൾ 5 ഫ്ലാഗ്സ് യൂസ് ചെയ്യുമ്പോൾ ചിത്രത്തിൽ നമുക്ക് 5 ഫ്ലാഗിനെ വരക്കണം. അപ്പോൾ ആദ്യത്തെ ഫ്ലാഗ്, സെക്കൻഡ് ഫ്ലാഗ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്, 5 ഫ്ലാഗ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് 5 കളേഴ്സ്, എനി വൺ ഓഫ് ദി 5 കളേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. ദെൻ 4 3 2, then last one can be filled using 1. Therefore the same answer will be the answer for the last one, 5 into 4 into 3 into 2 into 1, that's also 120. Therefore final answer, total number of
ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നൽസ്. Total number of signals is equal to 20 plus 60 plus 120 plus 120. ഇവിടെ നമുക്ക് കിട്ടിയ എല്ലാ ആൻസേഴ്സും കൂട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ആകെയുള്ള സിഗ്നൽസിൻ്റെ എണ്ണം കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂട്ടിയൊന്ന് എഴുതുക. 80 plus 120, 200 plus 120, 320. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 320 signals can be generated using these 5 different colors of flags, using at least 2 flags at a time. അപ്പോൾ കുറഞ്ഞത് 2 എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യത്തിൽ ഇങ്ങനെ ആൻസറിലേക്ക് നമുക്ക് വരേണ്ടത്. വളരെ ശ്രദ്ധിക്കുക, ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറച്ചധികം മാർക്കിനൊരു ചോദ്യമായിരിക്കും. അപ്പോൾ ബൈ അറേഞ്ചിങ് അറ്റ്ലീസ്റ്റ് 2 ഫ്ലാഗ്സ്, കുറഞ്ഞത് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 2 ഉപയോഗിക്കാം, 3 ഉപയോഗിക്കാം, 4 ഉപയോഗിക്കാം, മാക്സിമം നമ്പർ ഓഫ് ഫ്ലാഗ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നിന്നാണ് നമ്മൾ ഈ കൂടുതൽ സ്റ്റെപ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, കാരണം ഇത് എളുപ്പമാണ്. നിങ്ങളെ ചിന്തിക്കുന്ന രീതി ഒന്ന് കറക്റ്റാണെങ്കിൽ നമുക്കിത് ആൻസർ കറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് വരും.